വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ശുഭമുഹൂർത്തത്തിൽ ഒരു ധന്യജത്തിന്റെ സംശക്തമായ ചിത്രം ഒരു കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കഥയുടെ പേര് മക്കയുടെ മാണിക്യം. അതെ, മക്കയുടെ മാണിക്യം. വിശുദ്ധ ഇസ്ലാമിന്റെ ആവിർഭാവകാലം കത്തിയാളുന്ന മണൽക്കാട്ടിലെങ്ങും നിഷ്ഠൂരമായ അട്ടഹാസം, ദുർബലരായ സത്യവിശ്വാസികളുടെ ആർത്തനാദങ്ങൾ ആ മരുക്കാട്ടിന് ആനന്ദമായ വ്യാസിലേക്ക് നിരന്തരം ഉയർന്നു പോകുന്നു. അപ്പോൾ അചഞ്ചലനായി പരപ്രേരണയില്ലാതെ ഒരു യുവകോമളൻ സുഗാഢമായ സ്വർഗവാതിൽ നിന്നും ദാറുൽ അർഖമിന്റെ പടിവാതിക്കൽ കടന്നു വന്നു. വന്നണഞ്ഞവനർക്കമിൻ ഭവനത്തിൽ വാതിലിൽ മുന്നിൽ അപ്പോൾ വളർമപ്പു നബിയോനും സഹബുക്കളതിൽ വരവേൽ പൂകി സർവം സന്തോഷം പൂകി. മക്കയുടെ മാണിക്യമെന്നതിന്റെ വചനം മഹമൂദർ നബി മുന്നിൽ ഉയരുന്നു സമനം. മാനത്തുയരുന്നു തക്ബീർ നയനം. മദത്തിൽ കൂടി മിസ്ഹബ് ഷഹാദത്തോതി. അതെ, മക്കയുടെ മാണിക്യം മിസ്അബ് ബിൻ ഉമൈർ, തരുണീ മണികളുടെ സ്വപ്ന നായകൻ, അറബിയിലെ ഏറ്റവും വലിയ ധനാഢ്യൻ ഉമൈർ മുതലാളിയുടെ സീമന്ത പുത്രൻ, ഏകദേശം 18 വയസ്സ് പ്രായം വരുന്ന സുന്ദര യുവകോമളൻ. ദാറുൽ അർഖമിന്റെ കവാടങ്ങൾ അയാൾക്ക് മുമ്പിൽ മലർക്കെ തുറക്കപ്പെട്ടു. അയാൾ തിരുനബിയുടെ സന്നിധിയിലേക്ക് അവിടെ വെച്ച് സത്യസാക്ഷ്യം വഹിച്ചു. എന്നാൽ അതൊരു പൊട്ടിത്തെറിയുടെ പ്രാരംഭമായിരുന്നു. അഥവാ പൊട്ടിത്തെറിച്ചുടനുമ്മയൂനസവളോടി വന്നുടനെ ഉടൻ ചാടി തൻ സുതനെ എടാ പൊട്ടാനി പെട്ടു മുഹമ്മദിൻ സീറിൽ മാറി പോന്നിരടാ. അടികെട്ടി കവിളത്ത് പൊട്ടിയൊലിക്കുന്നു പൂട്ടിരുട്ടറയിൽ കൈകാല് ചങ്ങലയിൽ പൈതാകമെങ്കിരവിൽ അവൻ പൊട്ടിക്കരഞ്ഞിട്ടും ഒട്ടും ജലം നൽകാനില്ല മനസ്സവളിൽ. തന്റെ പൊന്നോമനപുത്രൻ കുലദേവങ്ങളുടെ വാർഗശത്രു മുഹമ്മദിന്റെ പുതിയ മതം അംഗീകരിച്ച വാർത്ത കേട്ട മാതാവ് ഹുനസ ഒരു പ്രതികാര ദുർഗയായി മാറി. പാലൂട്ടി താരാട്ട് പോറ്റിയ മാതാവിന്റെ കരങ്ങൾ സ്വന്തം മകന്റെ പൂങ്കളിൽ ആഞ്ഞു പതിച്ചു. തീർന്നില്ല. ആറ്റുനോറ്റു പോറ്റിയ തന്നുപ്പയും ക്രോധിച്ചു. അടച്ചു പൂട്ടിയിട്ട മോനിൽ പ്രഹരമേൽപ്പിച്ചു. ആദിയായി ചായിച്ച മോന്റെ വസ്ത്രവും ആശിച്ചു. ആർത്തിയോടെ ചാട്ടവാറിൽ വീണ്ടുമേ നോവിച്ചു. സ്വന്തം പിതാവ് ഉമർ ഒരു കരിമ്പുലിയെ പോലെ തന്റെ മകൾ ചാടി വീണു. അയാൾ മകനെ കൈകാലുകൾ ചങ്ങലയിട്ടു. തുടർന്ന് ഒരു ഇരുട്ടറയിട്ട് പൂട്ടി. ഒരു തുള്ളി ദാഹജലം പോലും സ്വന്തം മാതാപിതാക്കൾ മകന് നൽകാൻ സന്നദ്ധരായില്ല. പിറന്നു വന്ന വീണ് നരകമായി മാറി. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്ബിന്റെ ഉള്ളും പുറവും ഈ അഗ്നി പരീക്ഷയിൽ നീറി പുകയുകയാണ്. അപ്പോൾ തന്നുടെ കഥനത്തിൽ അരുതിക്കായി മിസ്ഹബ് തടങ്ങളിൽ നിന്നിത തേടുന്നേ. തരണമേ നാദാ മോചനം ഇവിടുന്ന് തണലിനു വേണ്ടി തകേശുന്നേ. അടിയിടിയൻ തടിയിൽ പതിവായി അടിപതരാതൻ മനമായി. അഖിലപുരാനെ നിൻ കരുണയിലായി അലലകറ്റു നീ തുണയേകി. വേദനിക്കുന്ന മനസ്സിന്റെ തേങ്ങൽ എന്നും കേൾക്കുന്ന നമ്മുടെ നാഥൻ നമ്മുടെ കഥാനായകനെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. അഥവാ മദീനക്കാർ ചിലം ഇസ്ലാം സ്വീകരിച്ചു. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്ബ് വീട്ടുതടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അയാൾ നേരെ മദീനയിലേക്ക് യാത്രയായി. അവിടെ പൊതുവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ നറുമുളമുള്ള സുന്ദരമായ അധ്യാപകൻ പകർന്നു കൊടുത്തു. അങ്ങനെ ഇസ്ലാമിന്റെ നറുമുളമുള്ള മദീനയിലേക്ക് അന്ത്യനബിയും കടന്നു വന്നു. അങ്ങനെ മദീന ഇസ്ലാമിന്റെ വീല നിറമായി മാറി. പക്ഷേ മദീനയിൽ നബിക്കൊപ്പം സഹാബത്തും എന്നും തിരുമതം വളരുന്നു. എന്നാൽ ഖുറൈശികൾ അഹന്തയും അസൂയയും എത്തി അവർ നിരതിരയുന്നു. സ്വന്തം നാടുവീടു വിട്ടു ദൂരെ അകന്നിട്ടും സ്വരം ഖുറൈശികൾ അകർക്കുന്നു. ഇതിനാൽ അവർക്കെതിരെ ബദർ പട പൊരുതുവാൻ ഇറയോനെ
കൊടുക്കുന്നു. ഇസ്ലാമിന്റെ വളർച്ചയിൽ വിളരിപ്പൂണ്ട കുറേശികൾ സത്യപ്രസ്ഥാനത്തെ ഈ ഭൂമുഖത്തിൽ നിന്നും തുടച്ചു നീക്കാൻ ആവശ്യമായ യുദ്ധസന്നാഹവുമായി പുറപ്പെട്ടു കഴിഞ്ഞു. സകലത്തിനെയും കടിച്ചു കയറി മുന്നോട്ട് നീങ്ങുന്ന വിഷയപ്പട്ടികൾ അവയെ പിടിച്ചു കെട്ടാതിരുന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അന്ത്യനബിയും സഹാബത്തുൽ കിറാമും ഖുറൈശികളുടെ മുനയൊടിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി അവരും ബദറിലേക്ക് പുറപ്പെട്ടു. നബി ഖറജായ നേരം വളർക്കൊടി മുണ്ടെണ്ണം കിട്ടനെ അതിനുണ്ട അബിയൽ വർണ്ണമതാ പിന്നെണ്ടും അസ്വദുമാമി സബദപുടി കോൾ പൊമ്പും തിരുകരമാം രണ്ടാമൻ തനിത നബി തൻ തോളിൽ മിസ്ഹബിലേത അവനത് തനിതിട ചെയ്ത മുന്തിരനിരയായി. ആ ധർമ്മയുദ്ധത്തിലേക്കുള്ള പുറപ്പാടിൽ മുന്നിലൂടെ നായകത്വം നമ്മുടെ കഥാനായകൻ അവസരമുണ്ടായി. യുദ്ധം തുടങ്ങി. ബദ്രിന്റെ വിരുമാറി, ശിർക്കിന്റെ കാലിടറി, അഹങ്കാരം മുട്ടുമടക്കി. ഉത്ബത്ത്, ശൈബത്ത്, അബൂജഹൽ തുടങ്ങിയ കൊലകൊമ്പന്മാർ അവിടെ നെട്ടറ്റി വീണു. എന്നാൽ ബദ്രിന്റെ കണക്ക് തീർക്കുവാൻ പ്രതികാരമോഹികളായ ഖുറൈശികൾ വീണ്ടും യുദ്ധസജ്ജരായി. 3000-ഓളം വരുന്ന ശിർക്കിന്റെ സൈന്യം മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ആരംഭരസൂലുള്ള സ്വഹാബത്തിനൂരുക്കുന്നു തിരുകരം കൊടിയേറി ശൂരനാം മിസ്ഹബിൽ ഊരത്തിടുന്നേ പതറല്ലേ പതാകനി വീടിനാഥ ആണി നേരെ ചിതരണം ഖുറൈശികൾ ശിർക്കിന്റെ പടയാണി ചിതറിടണം. റസൂൽ കരീം സഹാബത്തിനെ പടക്കളത്തിറക്കി. ഉഹദിന്റെ കാൽവരിയിൽ ഘോരയുദ്ധം, ആയുധങ്ങളുടെ അട്ടഹാസം. ഓർക്കാപ്പുറത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഒരു ശത്രുഭടൻ പതാകയുള്ള ഇസ്ലാമിന്റെ വലതു കൈയിൽ ആഞ്ഞുവെട്ടി രക്തം ചിതറിത്തെറിച്ചു. ഉടനെ പതാക ഇടതു കൈയിലേക്ക്, അവസാനം ഇടതു കൈക്കും വെട്ടേറ്റു. അങ്ങനെ അന്ത്യനബി ഏൽപ്പിച്ച ഇസ്ലാമിന്റെ പതാക താഴെ വീണു പോകാതിരിക്കാൻ തന്റെ ഒടിഞ്ഞു തുങ്ങിയ ഇരു കൈകളും മാറിലമർത്തി അദ്ദേഹം രണ്ടാം കളത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ ചീറി വരുന്നുണ്ടമ്പുകൾ നേരെ മാറി വിളർത്തി വഴിയവർ കീറെ ധീരൻ മിസ്ഹബ് ശൂനിത ഭുജയിൽ തകർന്നത വീഴുന്നേ മാറി പതാക പൊതിഞ്ഞ പൂമേനിയതാ ചലനം നിൽക്കുന്നേ ചലനം നിൽക്കുന്നേ. ഒരു കൊടുങ്കാറ്റ് തീർന്ന പോലെ പടക്കളം ശാന്തമായി. അവിടെ 70 സഹാബത്തുൽ കിറാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹിയും സമർപ്പിച്ചു. ഒപ്പം നമ്മുടെ കഥാനായകൻ വിശ്വവും അദ്ദേഹത്തിന് ആകെയുള്ളത് ഒരു പതുക്കനരിടുപ്പ് മാത്രം. അങ്ങനെ അന്ത്യനബിയുടെ നിർദ്ദേശപ്രകാരം ഒരേ ഉടുപ്പുകൊണ്ട് തലഭാഗം മറച്ച് ബാക്കി ഭാഗം ഒരു തരം പുല്ല് വെച്ച് കെട്ടി അദ്ദേഹത്തെ 6 അടി മണ്ണിലേക്ക് ഇറക്കി. അപ്പോൾ സ്വഹാബത്തുൽ കിറാമിന്റെ അകതാരിൽ ഒരു പഴയ ചിത്രം മിന്നിമറിഞ്ഞു. അതേ സൗരഭ്യം പിറത്തിയ ഉമ്മേർ മുതലാളിയുടെ ശ്രീമന്ത്രപുത്രൻ മക്കാ തെരുവീഥികളിൽ ആറാടി നീങ്ങിയ ആ ചിരിക്കുന്ന ചിത്രം. അവർ ആ ജീവിതത്തിന് മുന്നിൽ നമസ്കാരായി അവരുടെ അശ്രുകണങ്ങൾ ആ ഖബറിന്റെ മണ്ണിനെ കുതിർത്തു. സഹോദരങ്ങളെ, വിശുദ്ധ ദീനിന്റെ മാർഗത്തിൽ ഐക്യ സൗകര്യങ്ങൾ പുറങ്കാൽ കൊണ്ട് തള്ളി മാറ്റി താഗ മഹാസാഗരത്തിലൂടെ ജീവിതം മുന്നോട്ട് നീങ്ങിയ ആ മഹാധീര കേസിലൂടെ ജീവിതം നമുക്ക് മാതൃകയാവട്ടെ എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക, ജനറൽ കഥാപ്രസംഗം കഴിഞ്ഞാലുടൻ ഈ വേദിയിൽ അരങ്ങേറുന്നത് സീനിയർ മാപ്പിളപ്പാട്ടാണ്. വിദ്യാർത്ഥികൾ റെഡിയായി നിൽക്കുക. നെക്സ്റ്റ് ചെസ് നമ്പർ 508, 509, 410.
അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, ഈ അസ്ലദ് മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആഗ്രഹമായ ഉദ്ദേശം ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ചെങ്കൽക്കോട്ടയ്ക്ക് മുകളിലെ സിംഹഗർജനം. അതെ, ചെങ്കൽക്കോട്ടയ്ക്ക് മുകളിലെ സിംഹഗർജനം. ഇസ്മൽ തരുമാ റബ്ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. ഇസ്മൽ തരുമാ റബ്ബിൻ മഹിമ ജല്ല ജലാലിന്നൽ സ്തുതി. ബിസ്മിൽ തുടങ്ങിയിടും റബ്ബിൻ പുകളോടെ തുടങ്ങിയിടും ഞങ്ങൾ വീരപുലിയുടെ കിടു നിവർത്തിടലായി കഥയുടെ സരവശങ്ങളും മോദി പറഞ്ഞ് സല്ലി സലവാത്തും നൽസല മോദിട് ധീര ധീരനം ദൈതനം തന്നോട് കഥ